പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സപ്ലൈകോ ഓണച്ചന്ത പുരോഗമിക്കുന്നു. മിതമായ നിരക്കിൽ പച്ചക്കറികളും അരിയും മറ്റ് പലവ്യഞ്ജന സാധനങ്ങളും ഓണച്ചന്തയിൽ നിന്ന് ലഭിക്കും. ജയ അരി ഇവിടെ 21 രൂപയ്ക്ക് ലഭിക്കും. ഹോർട്ടികോർപ്പിന്റെ സഹകരണത്തോട് നൽകുന്ന പച്ചക്കറികൾക്കും കുറഞ്ഞ നിരക്കാണ്. തിങ്കളാഴ്ച ആരംഭിച്ച ഓണച്ചന്ത സെപ്റ്റംബർ 15 ഉത്രാട ദിനത്തിൽ സമാപിക്കും. മികച്ച പ്രതികരണമാണ് ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് ഓണച്ചന്തയുടെ ചുമതലയുള്ള സപ്ലൈകോ ഓഫീസർ സത്യകുമാർ പറഞ്ഞു. പത്തനാപുരം താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ പുനലൂർ നിയോജകമണ്ഡലത്തിൽ ഉള്ള സപ്ലൈകോയുടെ 7 ദിവസത്തെ ഓണച്ചന്ത ഇന്നലെ രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട MLA അവർ ഉദ്ഘാടനം ചെയ്തതാണ്. വമ്പിച്ച ജനപങ്കാളിത്തമാണ് ഈ ഓണച്ചന്തയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ കളക്ഷൻ തന്നെ 2.5 ലക്ഷം രൂപയോളം കഴിഞ്ഞിട്ടുണ്ട്. 21 രൂപ നിരക്കിൽ അരിയും മറ്റ് അവശ്യ സാധനങ്ങളും ഹോർട്ടികോർപ്പിൻ്റെ നേതൃത്വത്തിലുള്ള പച്ചക്കറി ഈ ഏത്തക്കല വിതരണവും വളരെ സുഗമമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരാടത്തിൻ്റെ അന്ന് വരെ ഈ ചന്ത ഇവിടെ സുഗമമായി പ്രവർത്തിക്കും. നാട്ടുകാരുടെ എല്ലാം അതുവഴിഞ്ഞ സഹായം ഇതിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓണത്തെ വരവേറ്റ് കുടുംബശ്രീ യൂണിറ്റുകളുടെ നാടൻ കാർഷിക വിഭവങ്ങളുടെയും കരകൌശല വിഭവങ്ങളുടെയും വിപണനമേളയ്ക്ക് ചിതറയിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിലാണ് വിപണനമേള സംഘടിപ്പിച്ചത്. 23 വാർഡുകളിൽ നിന്നുള്ള കുടുംബശ്രീ പ്രവർത്തകരുടെ കാർഷിക ഉത്പന്നങ്ങൾ, പലഹാരങ്ങൾ, അച്ചാറുകൾ, കരകൌശല വസ്തുക്കൾ, ഗാർഹികോപകരണങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയവ മേളയിൽ ലഭ്യമാണ്. ചൊവ്വാഴ്ച രാവിലെ ചിതറയിൽ സംഘടിപ്പിച്ച മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഓണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന ഓണച്ചന്തയ്ക്ക് വളരെയധികം പ്രാധാന്യം. വിസ്തൃതമായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡിലെയും പ്രിയപ്പെട്ട കുടുംബശ്രീയുടെ സഹോദരിമാർ അധ്വാനിച്ചുണ്ടാക്കി വിളയിപ്പിച്ച നമുക്ക് ഏറ്റവും ആവശ്യമായ ഭക്ഷണ സാധനങ്ങളാണ് ഇന്ന്, നാളെയും മറ്റന്നാളും അടുത്ത ദിവസം 10, 11, 12, 13 തീയതികളിലായിട്ട് ഈ പ്രദേശത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം S. ആനന്ദകുസുമം അധ്യക്ഷയായി. ആദ്യ വിൽപ്പന ചിതറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കരകുളം ബാബു നിർവഹിച്ചു. വെള്ളിയാഴ്ച മേള സമാപിക്കും. സപ്ലൈകോ കൊട്ടാരക്കരയിൽ ഓണച്ചന്ത തുടങ്ങി. പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെയുള്ളവ വിപണി വിലയിൽ നിന്ന് ഏറെ കുറച്ചാണ് ഇവിടെ നൽകുന്നത്. ഉത്രാടനാൾ വരെ സപ്ലൈകോ ഓണം വിപണി തുടരും. വരും ദിവസങ്ങളിൽ വലിയ തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. വിലയിലും തൂക്കത്തിലും കൃത്യതയും ഗുണമേന്മയും ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൌണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. വിലക്കുറവാണ്. ഇതുപോലുള്ള വിപണിയിൽ കൊടുക്കുന്ന നിത്യോപയോഗ സാധനമൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നല്ല വിലക്കുറവുണ്ട്. ഒരു റേഷൻ കാർഡിന് 21 രൂപ നിരക്കിൽ 5 കിലോ അരി കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 25 രൂപ വെച്ച് 5 കിലോ അരിയും അങ്ങനെ 10 കിലോ അരി ഓരോ റേഷനാണ്. പിന്നെ ആവശ്യമുള്ളവർക്ക് അത് കൂടുതലും കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറികളെല്ലാം നല്ല സാധനങ്ങളാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അളവിലും തൂക്കത്തിലൊന്നും ഒരു മായമില്ല. എല്ലാ സാധനങ്ങളും നല്ല ഫ്രഷായ സാധനമാണ്. അളവിലും തൂക്കത്തിലൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കൊടുക്കുന്നു. ഇതിനുള്ള ഈ ഒരു സ്റ്റാൾ കൊണ്ട് കഴിയുമെന്നുള്ള കാര്യം, കാരണം അത്രയ്ക്കും ജനക്കൂട്ടം വരും. ഈ ഒരു സ്റ്റാൾ മാത്രമേ ഉള്ളൂ. പച്ചരി, ജയ, കുറുവ, മട്ട എന്നിവ 21 രൂപയ്ക്ക് ലഭിക്കും. പഞ്ചസാര 26, ചെറുപയർ 55, ഉഴുന്ന് 42 എന്നിങ്ങനെയാണ് വില. കടല, പരിപ്പ്, പയർ, മുളക് എന്നിവയെല്ലാം കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും. പച്ചക്കറിയിലും വിപണി വിലയുമായി വലിയ അന്തരമുണ്ട്. ഏത്തക്ക കിലോ 42, കാബേജ് 48, ക്യാരറ്റ് 48, ബീറ്റ്റൂട്ട് 32, ബീൻസ് 48 എന്നിങ്ങനെയാണ് വില. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവർത്തനം. ഉപഭോക്താക്കളുടെ എല്ലാ പരാതികളും പരിഗണിച്ച് ഓണം മാർക്കറ്റ് മുന്നോട്ടു പോകുമെന്ന് സപ്ലൈകോ വ്യക്തമാക്കി. തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ടാലുമൂട്ടിൽ സംഘടിപ്പിച്ച ഓണവിപണി കാർഷിക ഗാർഹിക ഉത്പന്നങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി. ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്താണ് കുടുംബശ്രീ യൂണിറ്റുകളുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും നേതൃത്വത്തിൽ ഓണം വിപണന മേളയ്ക്ക് തുടക്കം കുറിച്ചത്. പ്രാദേശിക കാർഷിക വിളകളും പച്ചക്കറികളും ഇവിടെ നിന്ന് വാങ്ങാം. ഹീറയിൽ നിർമ്മിച്ച വട്ടി, കുട്ട, മുറം, കാച്ചിൽ, ചേന, ചേമ്പ്, ചീനി, വിവിധയിനം വാഴക്കുലകൾ, നാടൻ പച്ചക്കറികൾ, നാരങ്ങ, വാഴക്കൂമ്പ് എന്നിവ ഇവിടെ ലഭിക്കും. പപ്പായ അച്ചാർ ഉൾപ്പെടെ 15ൽ പരം അച്ചാറുകൾ, പലഹാരങ്ങൾ എന്നിവയുമുണ്ട്. പക്കാവട, അച്ചപ്പം, മുറുക്ക്, കുഴലപ്പം, ഏത്തയ്ക്ക ഉപ്പേരി, വിവിധ ഇനം ബേക്കറി സാധനങ്ങൾ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ ഓണ ഉത്പന്നങ്ങളും ഇവിടെ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. ഹോർട്ടികോർപ്പിന്റെ പഴം, പച്ചക്കറി ഉത്പന്നങ്ങളുടെ വിപണന കേന്ദ്രം അഞ്ചൽ പുത്തയം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹോർട്ടികോർപ്പ് ചില്ലറ വിൽപ്പന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനി ജോയി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G. പ്രമോദ് ആദ്യ വിൽപ്പന നടത്തി. ഹലയമൺ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS യൂണിറ്റുകളുടെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തയ്ക്ക് തുടക്കമായി. കരുകോൺ ജംഗ്ഷനിലാണ് ഓണച്ചന്ത. കുടുംബശ്രീ യൂണിറ്റുകളുടെ ഉത്പന്നങ്ങളും മറ്റുമാണ് ഇവിടെ വിറ്റഴിക്കപ്പെടുന്നത്. ഉദ്ഘാടനം ആലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനി ജോയി നിർവഹിച്ചു.
ന്യൂസ് ബ്യൂറോസ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, കടയ്ക്കൽ, അഞ്ചൽ.